എല്ലാ DMOമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അപകട സാധ്യത കൂടുതലുള്ള ജില്ലകളിലെ DMOമാരോട് കുറേ കൂടെ വിജിലൻ്റ് ആവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ മരുന്നുകളും സ്റ്റോക്ക് ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എവിടെ തീർച്ചയായും ക്യാമ്പുകളുള്ള സ്ഥലങ്ങളിലെല്ലാം വൈദ്യസഹായം എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പോരായ്മ ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടി സ്വീകരിക്കും. ഇതിപ്പോൾ കാലം മാറുമ്പോൾ കാറിന് വരെ ഹെലികോപ്റ്റർ എടുക്കും. കഴിഞ്ഞ മുഖ്യമന്ത്രി ദുരിതബാധിത പ്രദേശങ്ങളിൽ ഒരിക്കൽ പോയപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒപ്പം പോയിരുന്നല്ലോ. അത് വലിയ അത്ഭുതമാണോ? സർക്കാരിൻ്റെ ഖജനാവുന്ന കാശ് ചിലവായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഉണ്ട്. അങ്ങനെ പലതുമുണ്ട്. തിരുവനന്തപുരം RCCയിൽ കെട്ടിടത്തിൻ്റെ കോയില് മാത്രമേ ഉദ്ഘാടനം കഴിഞ്ഞു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ താഴെത്തട്ടിൽ മാത്രമേ ഫർണിഷ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ഒരുപാട് ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെയൊക്കെ ഉദ്ഘാടനം നടന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാനൊരു നിർദ്ദേശം കൊടുത്തു. ഏത് കെട്ടിടം പൂർത്തിയായാൽ പോലും ആവശ്യത്തിലുള്ള സ്റ്റാഫ് പാറ്റേൺ ഒക്കെ വെച്ചതിന് ശേഷം മാത്രം ഉദ്ഘാടനം ചെയ്താൽ മതി. കാരണം ഇനി 5 വർഷമുണ്ട്. ഞങ്ങളുടെ പേരൊക്കെ വരുന്നതിന് ഇനിയും ഒരു ക്ഷാമവുമില്ല. അതുകൊണ്ട് ഇമാതിരി ഉദ്ഘാടനങ്ങൾ ഈ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അതിൻ്റെ യോഗം വിളിച്ച് അതിൻ്റെ നടപടി സ്വീകരിക്കണം. ഞാൻ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ടുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. എല്ലായിടത്തും കഴിഞ്ഞ സ്ഥിതി. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഒപ്പുവെച്ചത്. പിന്നെ എന്തിനായി വെറുതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം? ഇനി നടപ്പാക്കുന്നതിൽ നിന്ന് സംസ്ഥാനത്തിന് പിന്മാറാം എന്ന് കേന്ദ്രം പറയുകയാണെങ്കിൽ ഞങ്ങൾ പിന്മാറും, സംശയമൊന്നും വേണ്ട. അതല്ല, പിന്മാറാൻ സാധ്യമല്ലെങ്കിൽ നിബന്ധനകളോടെ നടപ്പാക്കും. ഇത് രണ്ടും വ്യക്തമായിട്ട് സർക്കാർ പറഞ്ഞിട്ടില്ല. അതിലെന്ത് അത്ര സംശയം എന്താ? ഇതുവരെയായിട്ട് അവർ പിന്മാറാനുള്ള സാധ്യത പറഞ്ഞിട്ടില്ല. കേന്ദ്രത്തിന് കിട്ടേണ്ട ഫണ്ട് വാങ്ങണ്ടേ? പിന്നെന്താ? കേന്ദ്രത്തിന് ഫണ്ടില്ലാണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? സ്റ്റേറ്റിന് മാത്രമായിട്ട് ഫണ്ട് എത്ര ജനറേറ്റ് ചെയ്യാൻ പറ്റും? അധികം വെള്ളം ചേർക്കലിന്റെ ആശാനാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.